നമസ്കാരം. ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, SSLC റീവാലുവേഷന് കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ റിസൾട്ട് വന്ന ശേഷം മാത്രമാണോ +1 അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക എന്ന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു. അതിന്റെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. സോ ഈ ചോദ്യത്തിന് മറുപടി, റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ സംശയമുണ്ട്, എപ്പോഴാണ് അവർ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം മെയ് 16 മുതൽ 25 വരെയാണ് +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ആ സമയത്തേക്ക് റീവാലുവേഷൻ റിസൾട്ട് വരുമോ, വന്നാൽ തന്നെ അതിനുശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ കുട്ടികൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ അതിന്റെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ, മീൻസ് ഒഫീഷ്യലി ഉള്ള ഇതുമായി ബന്ധപ്പെട്ട ഡെസ്കിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ തന്നിരിക്കുന്ന മറുപടി, റീവാലുവേഷൻ അപ്ലൈ ചെയ്ത കുട്ടികൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മാർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ആയിക്കോളും. അതും ട്രയൽ അലോട്ട്മെന്റ് മുന്നേ തന്നെ അത് അപ്ഡേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പുതിയ മാർക്ക് വെച്ചിട്ടുള്ള അലോട്ട്മെന്റ് റിസൾട്ട് ആയിരിക്കും വരിക. അതുകൊണ്ട് കുട്ടികൾക്ക് മെയ് 16 മുതൽ തന്നെ ഈ പറയുന്ന +1 ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മാർക്കിലേക്ക് ആഡ് ആവും. അതും ആദ്യ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് മുന്നേ തന്നെ അത് അപ്ഡേറ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ റിസൾട്ട് പുതിയ റിസൾട്ട് വെച്ചിട്ടുള്ള അലോട്ട്മെന്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കുട്ടികൾക്ക് നേരെ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക്. ഓക്കെ, താങ്ക് യു.